നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സൂത്ര ഇങ്ങോട്ട് മാറിക്കേ. വെറുതെ ഇങ്ങനെ നിന്ന് പരദൂഷണം പറയാതെ പച്ചക്കറി അരിയടി. അരിയാനല്ലേ പറഞ്ഞേ? നിന്റെ അരിച്ചും തീരട്ടെ. എന്റെ ഈശ്വര, ഏത് സമയത്താണ് ഇങ്ങനെ നിന്നെ പ്രസവിക്കാൻ എനിക്ക് തോന്നിയത്? അതമ്മയ്ക്ക് അറിഞ്ഞൂടെ? മര്യാദയ്ക്ക് അരിയടി. എത്രയും 100. ഹലോ ദിയ മോളെ, ചക്കരേ. കൊഞ്ഞണം കുത്തിയിട്ട് ഇപ്പൊ ഉമ്മ വയ്ക്കുന്നോ? അതൊക്കെ വല്യമ്മയുടെ ഓരോരോ കോമഡികളല്ലേ മോളെ. ആ, ആശുപത്രി പോയിട്ട് എന്തായി? ഡോക്ടർ കുത്തിവെച്ചോ മോളെ? ഡോക്ടർ കുത്തിവെച്ചില്ല. ഇവിടെ ആരും കുത്തിവെക്കാതിരുന്നാ മതി. ഞാനും വരാം. അമ്മേ, ഫിസിയോതെറാപ്പി എന്നും പറഞ്ഞ എന്തൊക്കെ കാട്ടിക്കൂട്ടി. അല്ലാതെ വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. എന്താ വന്ദനൊരു സന്തോഷക്കുറവ്? അത് പിന്നെ അങ്കിളുണ്ടല്ലോ. പോവാ മോളെ. അവളുടെ മുഖത്ത് തീരെ തെളിച്ചില്ലല്ലോ സുചിത്രേ. വലിയ കേമനായ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനയ്ക്ക് ചികിത്സ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതല്ലമ്മേ, നല്ലൊരു തുക കയ്യിലുണ്ടെങ്കിലേ ചികിത്സ നടക്കൂ. അത് ഡോക്ടർ പറഞ്ഞു കാണും. ചാരിറ്റബിൾ സൊസൈറ്റിക്കാരും പിന്മാറി കാണും. അതിന്റെ മൂടൗട്ടാകാനാ വഴി. വന്ദനയുടെ സൂക്കേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റണം. അവളുടെ പദ്ധതി നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ വീട്ടിലോട്ട് പോയാൽ ശരിയാവില്ല. ഇവിടെ ഒരു പണി കൂടി പണിതിട്ട് പോവാം. അല്ല, വസന്തേച്ചി പോയില്ലേ? യാത്ര ചോദിച്ചിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നത് എന്തിനാ? അങ്ങനെ അങ്ങ് പോയാ ശരിയാവില്ല നാത്തൂനെ. അതെന്താ അങ്ങനെ? നമ്മുടെ വന്ദനയുടെ ഉള്ളിലിരിപ്പ് ഞാൻ മനസ്സിലാക്കി. അതെനിക്ക് എന്റെ മൂത്ത നാത്തൂനോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. വന്ദനയുടെ മനസ്സിലിരിപ്പോ? ആ, ഇപ്പൊ നാത്തൂ മാത്രമല്ലേ ഉള്ളൂ. ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയാം. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുന്നതേ വന്ദനയുടെ നമ്പരാ. വെറും തട്ടിപ്പ്. ഡോക്ടർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്നു നീ അവിടെ സംശയം പറഞ്ഞില്ലേ? അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറ. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുമ്പോ അമ്മ സഹതാപം കൊണ്ട് അങ്ങ് ഇളകും. അത് വന്ദനയ്ക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ കയ്യിൽ നിന്ന് ആഭരണം തട്ടിക്കൊണ്ടുപോയി വിറ്റ് ദൂരത്തടിക്കാനാ അവളുടെ നീക്കം. സ്വഭാവ ദൂഷ്യക്കാരി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറങ്ങിയില്ലേ, അത് കള്ളമല്ല, പച്ച പരമാർത്ഥമാ. ഞാൻ നാട്ടിലൊക്കെ നൈസായിട്ടൊന്ന് അന്വേഷിച്ചു. പണം ദൂരത്തടിക്കലും അഴിഞ്ഞാട്ടമാണ് അവളുടെ മെയിൻ ലക്ഷ്യം. അതിന് നമ്മൾ തടയിട്ടില്ലെങ്കിലേ അമ്മയുടെ കയ്യിലിരിക്കുന്ന അവസാന തരി പൊന്നും അവള് കൂത്താണ് നശിപ്പിച്ചിരിക്കും. നീ എന്താ ഞെട്ടാത്തെ? അയ്യോ, ഞാൻ പലതവണ ഞെട്ടിക്കഴിഞ്ഞതാ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത്. തന്നല്ലോ, ബോധ്യപ്പെട്ടല്ലോ.
ഞാനിപ്പോ എടുത്തു പിടിച്ചങ്ങ് വീട്ടിൽ പോയിരുന്നെങ്കിലേ ഈ രഹസ്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുമായിരുന്നോ? ഇപ്പൊ ഈ വസന്തയെ കുറിച്ച് എന്ത് തോന്നുന്നു നാത്തൂന്? കാരണം പോച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. നാത്തൂന് കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോഴേ എന്റെ ഭർത്താവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ ഓതി കൊടുക്കുന്നത് കണ്ടു. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാനുള്ള കുത്തിവെപ്പായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഈ കുടുംബം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ ചേച്ചി? ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നതൊക്കെ. എന്നിട്ട് പഴിയാണല്ലോ എന്റെ ദൈവമേ. അഹങ്കാരി. എന്തിനാ ഇവള് കിടന്ന് മോങ്ങുന്നത്? അമ്മയുടെ പക്കലുള്ള സ്വർണത്തെ ചൊല്ലി തന്നെ. അത് മോഹിച്ചാണ് നിന്റെ കരച്ചിലെങ്കിൽ നീ കേട്ടോ. കല്യാണം നടക്കാൻ ഇനി വന്ദന മാത്രമേ ഇവിടെ ഉള്ളൂ. എന്റെ കയ്യിലുള്ള പൊന്ന് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. വസന്തയ്ക്കും വർഷയ്ക്കും കഴിവിന്റെ പരമാവധി ഇവിടെ പണവും സ്വർണവും ഒക്കെ തന്നു കഴിഞ്ഞു. ഇനി ഒന്നും മോഹിച്ചിട്ട് കാര്യമില്ല. ഒന്നും തരികയില്ല. മനസ്സിലായോടി? സുമിത്ര ഇങ്ങോട്ട് മാറിക്കേ, ഇങ്ങോട്ട് മാറിക്കേ. വെറുതെ ഇങ്ങനെ നിന്ന് പരദൂഷണം പറയാതെ പച്ചക്കറി അരിയടി. ഞാൻ അരിയാനല്ലേ പറഞ്ഞേ? നിന്റെ അരിച്ചും തീരട്ടെ. എന്റെ ഈശ്വര, ഏത് സമയത്താണ് ഇങ്ങനെ നിന്നെ പ്രസവിക്കാൻ എനിക്ക് തോന്നിയത്? അതമ്മയ്ക്ക് അറിഞ്ഞൂടെ? മര്യാദയ്ക്ക് അരിയടി. അവിടെ നിക്ക്. ആള് വലിയ ഹാപ്പിയാണല്ലോ. എന്താ കാര്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ആൾ ഇത്ര ഹാപ്പി ആവില്ലല്ലോ. മനസ്സിലായി. മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം ഒരു കാമുക ഭാവം. അയ്യേ, ഈ ഏട്ടത്തിയോടൊരു കാര്യം, എന്നെ അങ്ങ് വിട്ടേക്ക്. വന്ദനെ കണ്ടോ? ഏയ്, ഞാനൊന്നും കണ്ടില്ല. എന്നെ ഒളിക്കാൻ നോക്കണ്ട ജഗ. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ വന്ദനെ കണ്ടെന്ന്. എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തി എന്താ മുഖലക്ഷണ ശാസ്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ വന്ന് കയറിയത് കൊണ്ടാവാം ചില കള്ള ലക്ഷണങ്ങൾ കണ്ടാ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അനിയ, നീ എവിടെ വെച്ചാ വന്ദനെ കണ്ടത്? പറ പറ പറ. വന്ദനയെ ഒന്നും മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. മിന്നായം പോലെ കണ്ടോ? എവിടെ വെച്ച്? നമ്മുടെ കോമൺ ഫ്രണ്ടായ കാർത്തിക ഡോക്ടറുടെ ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ച്. അവളെന്തിനാ കാർത്തിക ഡോക്ടറിന്റെ ഫിസിയോതെറാപ്പി സെന്ററിൽ പോയത്? ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കുന്നത് വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.